നറുക്കെടുത്തപ്പോൾ കിട്ടിയതാണെങ്കിൽ ഇവിടെ തൊട്ടടുത്തുള്ള നല്ലൊരു രസമുണ്ട് കാണാൻ. കളറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് കളർ. നമ്മൾ അന്വേഷിച്ചു വന്നിരിക്കുന്ന ഭാഗ്യവതി ടിനു തോമസ്. എന്തായി വിത്തൊക്കെ നട്ടത്? എന്തായി മുളച്ചാ? അതൊക്കെ ചേർത്തിട്ട് നമ്മളൊരു അട ഉണ്ടാക്കാൻ പോവാണ്. സിമ്പിൾ അട. 5 ചേട്ടനല്ല പഴത്തൊലി ആവശ്യം. എന്താ മുഖം ഒരു സുഖമില്ലല്ലോ. കുഞ്ഞടകള് വട്ടത്തില്. എന്താ സാധനം? രോഗി ചിച്ചതും വൈദ്യം കൽപ്പിച്ചതും കാപ്പി, ബ്രൂ കാപ്പി. ദൂരദർശനിൽ ആഴ്ചയിൽ ഒരു സിനിമ കാണാൻ ഇരിക്കുക കാത്ത്. അങ്ങനെ ഇരിക്കണ സമയത്ത് അവാർഡ് പടം വരും ചില ആഴ്ച. പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്രിസ്മസിന് നമ്മൾ ആലുവയിലത്തെ ഒരു ഫർണിച്ചർ ഷോപ്പ് മ്യൂബൽ ഫർണിച്ചർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ല ഇപ്പൊ അടുത്ത് ചെയ്തു. ഇപ്പൊ അടുത്തും ചെയ്തു. അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ചെയ്തപ്പോ അവര് നറുക്കെടുപ്പിലൂടെ സമ്മാനം കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരാൾക്ക് അവര് ഇത് ഫ്രീ ആയിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു. അന്ന് നമ്മൾ പറഞ്ഞിരുന്നത് അവിടെ അടുത്ത ചുറ്റുവട്ടത്തുള്ളവരാരെങ്കിലൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ വേറെ അകലേക്ക് ഉള്ളവരാണെങ്കിൽ അവർ തന്നെ അത് ഡെലിവറി ചെയ്തോളാം, അല്ലെങ്കിൽ ആ കടയുടെ ചുറ്റുവട്ടത്ത് പരിസരത്തുള്ളവരാണെങ്കിൽ അവിടെ വന്ന് വാങ്ങിച്ചാൽ മതി എന്നൊക്കെ നമ്മൾ അന്ന് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നുണ്ട്. പക്ഷെ ഇപ്പൊ അത് പല പല കാരണങ്ങൾ കൊണ്ട് ആ നറുക്കെടുത്ത് ഇതാക്കിയ എന്താ പറയാ സമ്മാനം കൊടുക്കൽ നീണ്ടുപോയി. ഇപ്പൊ ഞങ്ങൾ ചെന്നപ്പോ അവരെ അടുത്ത് ഞങ്ങളത് ചോദിച്ചപ്പോഴാണ് അവര് പറഞ്ഞ അയ്യോ ഞങ്ങളത് കൊടുക്കാൻ നമുക്ക് എന്ന് പറഞ്ഞു. എന്നിട്ടത് അപ്പൊ നിങ്ങൾ തന്നെ കൊടുത്തോളാൻ പറഞ്ഞു. നമുക്കാണെങ്കിൽ നറുക്കെടുത്തപ്പോ കിട്ടിയതാണെങ്കിൽ ഇവിടെ തൊട്ടടുത്തുള്ള 4 കിലോമീറ്റർ അകലെ 4 കിലോമീറ്റർ നമ്മുടെ നടത്തറ മണ്ണത്തി നടത്തറ അവിടുത്തെ ടിനു തോമസ് എന്ന് പറഞ്ഞ മമ്മി ആൻഡ് മീ എന്നിട്ടൊരു പേരിലാണ് കമന്റ്സ് ഇടാറ്. അപ്പം ആ പെൺകുട്ടിക്ക് കിട്ടിയത്. അപ്പം നമ്മുടെ തൊട്ടടുത്തായ കാരണം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ തന്നെ കൊടുത്തോളാന്ന് പറഞ്ഞു. നമ്മുടെ കാറിൽ ഇത് കേറില്ല. ഇന്നിപ്പോ അവരെ വണ്ടി ചാലക്കുടി വരെ വരുന്നുണ്ടായിരുന്നു. അപ്പൊ അവിടെ നിന്ന് അയാള് ആ വണ്ടിക്കാരെ ഇവിടെ കൊണ്ടുവന്നു തന്നു. ഇതാണ് സാധനം. അതെ ഞാത്തിൻ്റെ സാധനമാണിത്. ഇതിൽ കയറിയിരിക്കാം കാണുന്നുണ്ട്. അപ്പൊ ഇത് ഒരു ഓട്ടോറിക്ഷക്കാരൻ വരും. അപ്പൊ ഞാനത് കൊണ്ടുപോയി കൊടുക്കാൻ നമുക്ക് കാണും ചെയ്യാം. പ്രതീക്ഷിക്കാത്ത കിട്ടിയ ആ ഭാഗ്യവതിനെ നമുക്ക് കാണാം. അവര് പറഞ്ഞു ഇങ്ങോട്ട് വന്നിട്ട് അവര് കൊണ്ടുപോകാന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ തരാന്ന് പറഞ്ഞു. അവിടെ അടുത്തല്ലേ. തന്നെ കൊടുക്കാൻ ഇത്രയും വൈകി. അപ്പൊ അത് ഇനി വന്ന് വാങ്ങിക്കാൻ നിൽക്കണ്ട, ഞങ്ങൾ കൊണ്ടുവന്ന് തരാന്ന്. ഈ ഓട്ടോറിക്ഷയിലാണ് നമ്മൾ കയറ്റുന്നത്. അതില് സുഖമായിട്ടിരിക്കും. അയ്യോ അത് വെച്ചിട്ട് ഇത് അല്ല വേണ്ട. ഇത് മുകളില് നല്ലൊരു രസമുണ്ട് കാണാൻ. കളറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. കളറേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മളിവിടെ വണ്ടി നിർത്തി. ഇതാണ് നമ്മുടെ ടിനു ഭാഗ്യവതി. നമ്മൾ അന്വേഷിച്ചു വന്നിരിക്കുന്ന ഭാഗ്യവതി ടിനു തോമസ്. അപ്പോൾ ഓട്ടോറിക്ഷക്കാരൻ അവിടേക്ക് എത്തി. നമുക്ക് വണ്ടി അങ്ങോട്ട് ചിലപ്പോൾ തിരിഞ്ഞു എന്ന് വരില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ നടന്നു. ഇത്തിരി വഴിയുണ്ടല്ലേ. കാറ് പോവുക ചെയ്യും സുഖമായിട്ട്. അവിടെ ചിലപ്പോൾ തിരിഞ്ഞില്ലല്ലോ. ശരിക്കും അപ്പൊ ശരിക്കും ഇത് മൈനാർ റോഡ് അല്ലേ? അവിടേക്ക് വരാമെങ്കിൽ തീ പോകും. ഇതാണ് നമ്മുടെ വീട്. ഇതന്നെ. അതെ അയ്യോ കാറിന്റെ ഉള്ളിലാണ് ഇത്. ഇതിന്റെ ഹുക്ക് ഉണ്ട്. അത് കാറിന്റെ ഉള്ളിൽ. അതെടുത്ത് തരാട്ടാ. അങ്ങനെ കൈയടിക്കുക പൈസ നോക്കട്ടെ. എത്ര പൈസ? എനിക്ക് വെള്ളം വേണ്ടട്ടാ. മധുരമുള്ള വെള്ളം കുടിക്കില്ല. ഞാൻ കുടിക്കാം. അപ്പൊ ഞങ്ങള് വീടിന്റെ സ്വീകരണ മുറിയിൽ ഇരിക്കുകയാണ് കേട്ടാ. പേര് അബി എന്നുള്ള ഫുൾ നെയിം എന്താ? അബിൻ തോമസ്. അയ്യോ ഇതെന്തുട്ടാ? പലഹാരം കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട്. മധുരമുള്ള വെള്ളമൊന്നും ചേട്ടൻ കുടിക്കില്ല. പക്ഷെ കേക്ക് കഴിക്കും, ലഡു കഴിക്കും. അല്ല ഞാൻ ഒരു ഫോട്ടോ എനിക്ക് വേണ്ട. അയ്യോ ഇനി മതി. ദൈവമേ ഞങ്ങളുടെ വീട്ടിലേക്ക് നമ്മളെ വീട്ടിൽ വരുമ്പോ സന്തോഷമല്ലേ? നിങ്ങൾ വരുമ്പോ പ്രത്യേകിച്ച് ഭയങ്കര സന്തോഷം. സമ്മാനം കിട്ടിയത് കാണണം വെച്ചിരിക്കുന്നു. വീട് കാണണം, കൃഷി സ്ഥലമൊക്കെ ഒന്ന് ആവട്ടെ. അപ്പൊ ഞങ്ങൾക്ക് എവിടെ കറക്റ്റ് സ്ഥലം എനിക്ക് അറിയില്ല. ഞങ്ങൾ ഒരു വഴിക്ക് പോകുമ്പോ പടവരാട് വഴിക്ക് പോകുമ്പോ എന്ന് ഞങ്ങൾ നോക്കാറുണ്ട്. പടവരാടുന്ന് സെന്ററിൽ നിന്ന് വലത്തോട്ട് പോയി അവിടെ അജുന്റെ വീട്ടിൽ ചോദിച്ചാൽ ആരെങ്കിലും പറഞ്ഞു തരും. ഉണ്ണിയപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പാണ്.
എന്നാ വാങ്ങിച്ചവർക്കായാലും തന്നവർക്കായാലും നന്ദി. രഘുവിന്റെ അടുത്ത് വർത്താനം പറഞ്ഞിട്ടായിരുന്നു. SPC യൂണിഫോം ഇട്ട ദിവസം ഞാൻ കണ്ടിട്ട് അവനോട് വർത്താനം പറഞ്ഞു. SPC-ലുണ്ടാ? ഇവരെ സ്കൂളിൽ കൊല്ലം തുടങ്ങിയിട്ടുള്ളൂ. മോന്റെ പേരെന്താ? ആൽവിൻ. ഇന്ന് വീഡിയോ കണ്ട് ഞങ്ങൾ ഇരിക്കുമ്പോഴാണ് വിളിച്ചത്. അപ്പൊ ഞാൻ പേരില്ലല്ലോ പെട്ടെന്ന്, മറ്റേ വാട്സാപ്പ് നമ്പർ ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് പറഞ്ഞു എന്തിട്ട് പറയണ്ടേ, എന്താ ചെയ്യേണ്ടത്, ആകെ ഒരു ടെൻഷനായിട്ട് ഭയങ്കര ഇതായിപ്പോയി. ഞങ്ങളിങ്ങനെ കണ്ടപ്പോ സ്വർണ്ണപ്പണി എന്നുള്ള ഒല്ലൂരാണ് വീട് എന്നുള്ള ഫസ്റ്റ് വീഡിയോ തൊട്ട് കണ്ടു തുടങ്ങിയത്. അപ്പൊ ഭയങ്കര ഇതായി. നമുക്ക് നമ്മുടെ തൃശ്ശൂർക്കാരാകുമ്പോ ഭയങ്കര ഒരു ഇതല്ലേ. അന്ന് തൊട്ട് മുടങ്ങാണ്ട് സ്ഥിരം വെക്കും. ഇവനെ കൊണ്ടാക്കി വരും, കാലത്ത് ഞങ്ങൾ വെക്കും. പണിയായിരിക്കുകയാണെങ്കിൽ അവിടെ വെക്കും, അല്ലെങ്കിൽ TV കാണിക്കാം. അപ്പൊ അന്ന് ഫർണിച്ചറിന്റെ വീഡിയോ അല്ല, അപ്പൊ ഞാൻ TV കാണാം, നല്ല രസം വെച്ചില്ല. ഉച്ചക്ക് ചോറ് കൊണ്ട് കഴിഞ്ഞിട്ട് കാണാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചു. ഉച്ചക്ക് ചോറ് കഴിയുമ്പോ ഞാൻ ഇതില് കമന്റ് ഇട്ടുണ്ടായിരുന്നല്ലോ എന്ന് വിചാരിച്ചു. അപ്പൊ ഞങ്ങളിങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ഞങ്ങളുടെ പേര് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. എന്നിട്ട് ഞങ്ങൾക്ക് ഇല്ലേ അറിയാൻ വേണ്ടി വീണ്ടും നോക്കി. അപ്പൊ ഇപ്പൊ പറഞ്ഞു നമ്മുടെ ഫോട്ടോയും ചമ്മനൊക്കെ പറഞ്ഞു. ഭയങ്കര സന്തോഷം. ഞങ്ങൾക്കും നേരിട്ട് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഉണ്ണിയപ്പം തിന്നു, പിന്നെ ആ വറുത്ത സാധനം തിന്നു കേട്ടാ. ഇവിടെ കുറച്ച് ചെടികളൊക്കെ ഉണ്ടല്ലേ. സിറ്റ് ഔട്ടിന്റെ പകുതി വരെ ചെടിയല്ലേ. അപ്പൊ ഈ ഊഞ്ഞാലിന്റെ ചങ്ങല ചെയിനില്ല, അത് കാറിലായിരിക്കും ഹുക്ക്. അപ്പൊ അത് എടുക്കാൻ ഓട്ടോറിക്ഷയിൽ വെച്ച് കഴിഞ്ഞ് എടുക്കാൻ മറക്കുന്നു ചേട്ടാ. അത് കാറിന്റെ ശംഖുപുഷ്പം നോക്കിയേ, എന്തോരം ശംഖുപുഷ്പം പറത്തി വേണല്ലോ. നീല നീല എന്തൊരു ഭംഗിയല്ലേ. ഇവിടെയുള്ള എല്ലാവരും കണ്ടമാന ചെടികൾ വളർത്തുണ്ടല്ലോ. ഇവിടെ എന്തിട്ടാ മറ്റേ അയൽക്കൂട്ടാണോ? ആ നല്ല കാര്യം. ഇപ്പൊ ഇങ്ങനെ കാണാറില്ല ഇങ്ങനത്തെ കാഴ്ചകള്. അതന്നെ അടുത്തുള്ളവരൊക്കെ വന്ന് വർത്താനം പറഞ്ഞിരിക്കണത്. അതെ, അടിപൊളി, നല്ല കാര്യം. ഞങ്ങൾ ഒല്ലൂരുള്ളവരാ. കുറച്ച് നേരം കൂടി വർത്താനം പറഞ്ഞത് അച്ഛൻ അവരെ ഫോണൊക്കെ വാങ്ങിച്ച് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കും. അതെ, ഒരു കുഞ്ഞ് സ്ഥലമുള്ളെങ്കിലും ഇവിടെ ഉള്ളവരൊക്കെ എന്തെങ്കിലുമൊക്കെ വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടാ. അങ്ങനെ ഒരു പ്രത്യേകതയുള്ള സ്ഥലമല്ലേ. ഞാൻ ഈ വെസ്റ്റൊന്നും വന്നിട്ടേ ഇല്ല. ഈ സാധനം നമ്മളെ ഹോട്ടലിൽ വെച്ചിട്ട് മറന്നു വെച്ചു, അത് കൈ പിടിച്ച. അപ്പൊ ശരി പോട്ടെ, ഞങ്ങള് ശരി 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 ശരി. അത് കൊളത്തിട്ടിട്ട് ഒരു ഫോട്ടോ അയച്ചോ. അപ്പൊ ശരി ശരിട്ടാ. നമ്മള് സമ്മാനം കൊണ്ടുപോയി കൊടുത്തു. എന്നിട്ട് പിന്നെ ഇവിടെ കുറെ പണികളുണ്ടായിരുന്നു. പക്ഷെ 2 ദിവസമായി കാനത്ത മഴയായിരുന്നു. എന്നിട്ടിപ്പോൾ ഇന്ന് ഉച്ചരിഞ്ഞാണ് ഇറങ്ങണത്. അപ്പോൾ സരിത ഒരു പലഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോക്കിയാൽ നമ്മുടെ വെണ്ടക്കായ നോക്കിയേ, ഇത് ഒരു ചുവപ്പ് കളറുള്ള വെണ്ടക്കായ കേട്ടാ. വയലറ്റ് വേണ്ട. ഇന്ന് ഞങ്ങൾ തൃശ്ശൂർക്ക് പോയപ്പോഴേ എവിടെ ഒരു ചേട്ടനും ചേച്ചി ഓടി വന്നിട്ട് ചോദിക്കുക, എന്തായി വിത്തൊക്കെ നട്ടത്, എന്തായി മുളച്ചാ? ഒന്നും വേറൊന്നും പറയണൊന്നുമില്ല, നേരെ ചോദിക്കണത് ഇതാ. അപ്പൊ ഞാൻ പറഞ്ഞു മുളച്ചു കൊറേയൊക്കെ മഴ പെയ്തപ്പോ പോയി എന്ന് പറഞ്ഞു. അപ്പൊ അതെ, പക്ഷെ ഞങ്ങക്ക് വർത്താനം പറയാൻ സമയം ഉണ്ടായില്ല. ഞങ്ങള് കാറിൽ കയറി ഉച്ച സമയം ചൂടെടുത്തിട്ട് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി വെച്ചിട്ട് ഞങ്ങൾ വരെയായിരുന്നു. അപ്പോഴാണ് അവര് പിന്നാലെ വന്നത്. അത് കാരണം അവരെ പേരാ അവര് എവിടെയുള്ളവരാന്നാ ഒന്നും ചോദിക്കാൻ പറ്റിയില്ല. അല്ല, ഞാൻ പറയായിരുന്നേ, ഇത് കഴിഞ്ഞിട്ട് വേണം മറ്റേ ഈ പൊന്നാങ്കണ്ണി ചീര പറിക്കാൻ പോണെങ്കിൽ. 2ാം വട്ടം കൊണ്ടുവന്നതും ഇതായില്ലേ. ഇതിപ്പോ അനുചേട്ടൻ്റെ അവിടത്തെ കഴിയോ ഇനി പറിച്ചോണെന്ന്? അതല്ല, അന്ന് പൊന്നാങ്കണ്ണി ചീര കൊടുന്നിട്ട് അവിടെ കൊണ്ടു വെച്ചിട്ട് കൂട്ടാപ്പ് കഴിഞ്ഞിട്ട് പിന്നെ മഴ പെയ്തില്ലേ, വൈകുന്നേരം വരെ പാമ്പ് പിടുത്താര് വന്നത്. ചേട്ടനെ ഇതിനെ പറിച്ചുകൊണ്ട് വെക്കണേ. അല്ല, തടം കോരി കഴിഞ്ഞിട്ട് കൊണ്ടുവരാ, നേരെ കുഴിച്ചിട്ടാ പോരെ. ഇന്ന് അങ്ങനെ ചെയ്യുന്നത്. ആദ്യം ഒരു ദിവസം പോലെ പറിച്ചുകൊണ്ടിട്ട് പോയി. പിന്നെ അതൊക്കെ അവിടെ കിടന്ന് ഉണങ്ങിപ്പോയി. പിന്നെയും ഓടിപ്പോയിട്ട് പറിച്ചു കൊണ്ടുവന്നു, അവിടെ ഇട്ടു. നോക്ക്, നന്നായി തുടങ്ങി. അടിപൊളിയല്ലേ വേണ്ട? വെണ്ട മാത്രല്ല, എല്ലാ സാധനവും നന്നായി. ചോളൊക്കെ വരുന്ന വരവ് നോക്കിയാൽ ചോളം ശരിക്കും മുളച്ചില്ല കേട്ടോ എല്ലാവരും. പക്ഷെ ഒന്നുകൂടി മണ്ണിട്ട് കൊടുക്കണം, ആൾക്ക് കടയ്ക്ക് ബലം കുറവാ. പക്ഷെ മറ്റേ സാധനം കുറെ കേടായി പോയി. ഏതാന്നറിയോ? കൊത്തമര നമ്മൾ കൃഷി ചെയ്യുന്നതിൽ വിരോധമുള്ള അസൂയുള്ള ഏതോ ക്ഷുദ്രജീവികൾ വന്ന് കട്ട് ചെയ്തിട്ട് പോവുകയാണ്. രാത്രി വന്ന് കട്ട് ചെയ്തു പോകും. ഒരു തരം ഈച്ചയുണ്ട്, അവര് വന്ന് വെട്ടും. അവർക്കത് രസം. അതന്നെ, നമ്മളവിടെ പന്നികള് അങ്ങനത്തെ ശല്യങ്ങളൊന്നും ഇല്ലല്ലോ. അതിന് പകരം ഈച്ചകള് പോരെ അല്ലേ. അപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോണത് ഒരു റീൽസ് കണ്ടതാണ്, ഫേസ്ബുക്ക്, തമിഴ്.
എന്നൊരു നല്ല രസമുള്ളൊരു അട. രസം ഉണ്ടാവും എന്ന് വിചാരിക്കണം. എനിക്കത് ഉണ്ടാക്കുന്നത് കണ്ടപ്പോഴേ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന സാധനം. പക്ഷെ അത് ഉണ്ടാക്കണ ആ റീൽസ് കണ്ടപ്പോൾ തന്നെ എനിക്കത് കഴിക്കാൻ തോന്നി. അപ്പോൾ ചേട്ടനോട് പറഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു അത് ഇപ്പം ഉണ്ടാക്കാൻ. അപ്പോൾ ഞാനത് ഉണ്ടാക്കാൻ പോകാം. അതിന് വേണ്ട സാധനങ്ങൾ അരിപ്പൊടി, ഗോതമ്പ് പൊടി, ശർക്കരപ്പൊടി, പഴം എന്ന് പറഞ്ഞാൽ ചെറുപഴം. അത് ഏത് പഴം വേണമെങ്കിൽ ആവാം. ഇപ്പോൾ നമ്മൾ എടുത്തേക്കണത് ഞാലിപ്പൂവനാ, പാളയംകുടം പഴം വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ നെയ്യ് വേണം, നാളികേരം ചെരുകിയത് വേണം, കുറച്ച് ഏലക്കായപ്പൊടി. അതിൽ ഏലക്കായപ്പൊടിയും ചേർക്കില്ല കേട്ടാ, പക്ഷേ ഏലക്കായപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ രസം ഉണ്ടാവും തോന്നുന്നു. അപ്പോൾ അതൊക്കെ ചേർത്തിട്ട് നമ്മളൊരു അട ഉണ്ടാക്കാൻ പോവാണ്. സിമ്പിൾ അട. അപ്പം ഞാൻ ഉണ്ടാക്കാം അല്ലേ? എനിക്ക് ഒരു കുഞ്ഞു മേശയും കൂടിയും കിട്ടുകയാണെങ്കിൽ നല്ലതായിരുന്നു ചേട്ടാ. അതിവിടെ ഇങ്ങനെ കുഞ്ഞു കുട്ടികൾക്ക് മേശ പോലത്തെ മേശ. അല്ല ഇതൊക്കെ ഇനി മിക്സിയൊക്കെ ചെയ്യണ്ടേ? ഭയങ്കര സന്തോഷം. നോക്കിയേ വെണ്ടര അത് കാണുമ്പോൾ തന്നെ നമ്മൾ ചെയ്തു തുടങ്ങിയപ്പോഴേക്കും നോക്കി വരുന്ന വരെ വേണ്ട. അരിപ്പൊടി 1 കപ്പ് വേണം. ഞാൻ ഈ കപ്പിൽ ഇതിൽ തന്നെ എടുത്തിട്ട് വന്നത് കേട്ടോ. ഇത്ര വേണം. പിന്നെ അതുപോലെ നാളികേരം ചെരുകിയത് ഇത്ര തന്നെ, കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഒക്കെ 1 കപ്പ് വീതം വേണ്ടത് കേട്ടോ. നാളികേരം ചെരുകിയത് ഞാൻ ഇത്തിരി കൂടി കൂടുതൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഗോതമ്പ് പൊടി വേണം 1 കപ്പ് തന്നെ. പിന്നെ വേണ്ടത് ശർക്കരപ്പൊടിയാണ് കേട്ടോ. ശർക്കര നമുക്ക് വേണമെങ്കിൽ ശർക്കര പൊടിച്ചിട്ട് ചേർത്താൽ മതി. നമ്മുടെ കയ്യിൽ ശർക്കരപ്പൊടി മറ്റേ മറയൂർ ശർക്കരയില്ലേ, മഹിമക്കാരുടെ അവർ ശർക്കര പൊടി പറക്കുന്നുണ്ട് കേട്ടാ. എന്തുട്ടാ? അതായത് മറയൂര് ശർക്കരയില്ലേ, അവിടുത്തെ ആള് കരിമ്പ് കൃഷി കുറച്ചു. കരിമ്പ് കൃഷി കുറച്ചിട്ട് അയ്യോ കുഴിപ്പൊത്ത് ഉള്ളിക്ക് കാല് പോയാ ഇതാഴും കവുങ്ങും ഇതൊക്കെ വെച്ച് തുടങ്ങിയ ആളുകൾ. അതായത് ശർക്കര ഉണ്ടാക്കണ ഇത് ഭയങ്കര പ്രതിസന്ധിയിലാവാന്ന്. ഭൗമ സൂചിക ഇത് കിട്ടിയിട്ടില്ലല്ലേ മറയൂർ ശർക്കരക്ക്. അപ്പൊ തമിഴ്നാട്ടിലുള്ള ചില ഇതിലുള്ള മറയൂർ ശർക്കര എന്ന് പറഞ്ഞ് വ്യാജേന ഉണ്ടാക്കുന്നുണ്ടെന്ന് പേപ്പറിൽ കണ്ടതാണ് കേട്ടോ. മറയൂർ ശർക്കര എന്ന് പറഞ്ഞിട്ട് പല പേരുകളുണ്ട്. പക്ഷെ ഇവരുടെ ആയിട്ട് നല്ലത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവരുടെ നല്ലത് മഹിമയുടെ. അപ്പൊ അതിന്റെ പൊടി അതും 1 കപ്പ് തന്നെ. കാക്കളുണ്ട് വലിയ ശല്യേ. പടക്കം വാങ്ങിച്ചോട്ടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട്. വാ ഒരു നുള്ള് ഉപ്പുപൊടി, ഏലക്കായ പൊടി. ചേട്ടൻ നെയ്യ് ഇതിലേക്ക് ചേർക്കണോ അതോ ഇലയമേ പരത്തിയാൽ മതിയോ? എന്തുരാണ് ചെയ്താ ഇതിൽ ഞാൻ ഉത്തരവാദിത്തല്ലേ. നന്നായിരുന്നു. അഭിപ്രായം എന്തുട്ടാ? അഭിപ്രായം അങ്ങനെ മതി. എല്ലാം പറ്റിയാൽ മതിയാ. ഇനി ഇതിൽ ചേർക്കേണ്ട മെയിൻ ആയിട്ടുള്ള സാധനം ഇതിലെന്നറിയോ? പഴമാണ് കേട്ടാ. പഴം അതിലൊരു 5 പഴം ചേർക്കുന്നുണ്ട്. പക്ഷെ അതിലത്തെ പഴത്തിന് വലിപ്പമുണ്ട് ചേട്ടാ. ഭയങ്കര പഴം തന്നെ. 5 കൂടുതലുണ്ട് അതില്. പഴം കൂടുതലുള്ളതിന്റെ എണ്ണം കുറയ്ക്കാൻ വരുന്നുണ്ട് ചേട്ടൻ. ജഗതി അവിട്ടം തിരുനാൾ, ശ്രീമൂല തിരുനാൾ അല്ല ആരോഗ്യ ശ്രീമാനത്തെ പോലെ അല്ല. കോഴീനെ കൊല്ലുമ്പോ അപ്പെത്തും. അതിന്റെ പതിപ്പ് തന്നെയാണല്ലോ ഇന്നസെന്റ്. മറ്റേ ഈ ഇതിൽ കല്യാണ രാമനില് മദ്യം കുപ്പി പൊട്ടിനാണെന്ന് പറഞ്ഞ് അത് തന്നെ. ഇപ്പൊ എത്ര പഴമായി? 5 ഒരു 6 നമുക്ക് എടുക്കാം. ഞാനിപ്പോ പഴം നല്ല ടേസ്റ്റ് ആണ്. വെള്ളം കൊണ്ടുവന്നിട്ടുണ്ടോ? അതിന് വെള്ളം ചേർക്കണ കണ്ടില്ലല്ലോ അവര് കുഴയ്ക്കുമ്പോ. വെള്ളം വേണ്ടി വരും അല്ലേ? ചിലപ്പോ വേണ്ടി വരും. അതൊന്നും കാണിക്കില്ല. വെള്ളം ഇല്ലാണ്ട് എങ്ങനെയാ ഈ പഴത്തിന്റെ മാത്രം നനവുകൊണ്ട് നിക്കില്ലല്ലോ. കുഴച്ച് നോക്കാം. റീൽസ് അല്ലേ, ആകെ 1 മിനിറ്റ് ഇല്ല, 10-30 സെക്കൻഡ് അങ്ങോട്ട് ഉള്ളതൊന്നുണ്ടത്. അയ്യോ ഇരട്ടപ്പഴം. പഴത്തൊലി 5. ചേട്ടനല്ല പഴത്തൊലി ആവശ്യം കോഴിക്കുട്ടികൾ കൊടുക്കാൻ. ഒരെണ്ണോടി ഇത് വളമാണ്. 6 പഴം എടുത്തിട്ടുണ്ട്. ഈ പഴം ഇങ്ങനെ നന്നായിട്ട് ഓട്ടച്ചിയിൽ ചേർക്കണം കേട്ടാ. വേഗം ഉണ്ടാക്കിയോ, മഴ വരണ്ട്. കണ്ടാ ഫ്ലാറ്റിന്റെ മുകളില് മഴക്കാരായി. മഴക്കാരാണോ? അയ്യോ മഴക്കാർ തന്നെയല്ല ചേട്ടാ പറഞ്ഞത് ശരി തന്നെയാ. ഫ്ലാറ്റിന്റെ മുകളിൽ മാത്രല്ല എല്ലായിടത്തും ഉണ്ട് മഴക്കാർ. കൈകൊണ്ട് കുഴച്ചിട്ടുണ്ട് കേട്ടാ. ഞാൻ ആ ഫോട്ടോ കാണിക്കുക ചേട്ടാ. ഏത് ഫോട്ടോ? അവര് ആ ഊഞ്ഞാൽ അവിടെ ഇട്ടിട്ട് അയച്ചു തന്നിട്ടില്ലേ, ടിനു തോമസ്. അവരെ വീട്ടിൻ്റെ ഉള്ളിൽ ആ കൊട്ട കൊളത്തിയിട്ട് ഉള്ള ഊഞ്ഞാലില്ലേ, അത് കൊളത്തിയിട്ട് അതിലിരിക്കണ ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട്. ഒരു വോയിസ് ഇട്ട് തന്നിട്ടുണ്ട്. അവർ 2 ആൺകുട്ടികളാണല്ലോ, അവർ 2 പേരും അടിയാന്ന് അതിലിരിക്കാൻ വേണ്ടിയിട്ട്. അവർ 2 പേരും
ഇരിക്കൽ കഴിഞ്ഞിട്ട് വേണം ടീനൂനിരിക്കാൻ. ടീനും ഇരിക്കൽ കഴിഞ്ഞിട്ടുള്ള സമയത്ത് മാത്രമാണ് അവളുടെ കെട്ടിയോനിരിക്കാനായിട്ട് സമയം കിട്ടണുള്ളൂ എന്ന് പറഞ്ഞു. അല്ല, അത് കിട്ടണുള്ളൂ എന്ന് ഇരിക്കാനായിട്ടേ ഊഞ്ഞാൽ. അത് നമുക്ക് ഒരു പുതിയ സാധനങ്ങൾ പണ്ട് കാലത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെ പരിപാലിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ. പണ്ട് നമ്മുടെ വീട്ടിലെ സൈക്കിള് BS സൈക്കിള് പുതിയത് അച്ഛൻ ലോൺ എടുത്ത് വാങ്ങിച്ചപ്പോഴേ ആ സൈക്കിള് തുടച്ച് ഇല്ലാണ്ടാക്കുന്നതുകൊണ്ട് എല്ലാവരും മത്സരമായിരുന്നു തുടയ്ക്കാൻ. ആ ഷിബിൻ്റെ ഒരു ബന്ധു ബൈക്ക് വാങ്ങിച്ചിട്ട് രാത്രി ആള് ജനല കൂടെ ഇങ്ങനെ ബൈക്കിനെ നോക്കിയിരിക്കുന്നു. രാത്രി ഉറക്കുന്നില്ലാന്ന്. രാത്രി ആളെ ഭാര്യ നോക്കുമ്പോൾ ആള് ജനല കൂടെ ഈ ബൈക്കിനെ നോക്കി ഇങ്ങനെ ഇരിക്കുന്നു. കാലത്തോട്ട് വൈകുന്നേരം വരെ തുടക്കില്. ഇഷ്ടത്തോടുകൂടി കുറേ ആളുകളുണ്ട്. ഇത് മിക്സ് ചെയ്യട്ടെ. മധുരം വേണേൽ നമുക്ക് നോക്കിയിട്ട് ചേർക്കാം. ഈ പഴം ഉടച്ചത് നല്ല മണം. ഓ എന്തുട്ടിന്റെ ഏലക്കായൊക്കെ വേറെ എവിടെ നിന്നെങ്കിലാവും. കറക്റ്റാണ്. ഞാൻ 5 പഴത്തിന് വരെ 6 പഴം എടുത്തു, കുഞ്ഞിതായി കാരണം. ഇത്തിരി വലിപ്പമുള്ള പഴമാണെങ്കിൽ 5 എണ്ണം മതിയാവും. അപ്പോൾ കറക്റ്റയിൽ വെള്ളമൊന്നും ചേർക്കേണ്ടി വന്നില്ല ചേട്ടാ. കറക്റ്റ് പാകത്തിനുള്ള നനവ്. ചേട്ടാ ഇതിൻ്റെ മധുരമൊക്കെ ഒന്ന് പാകാണോ ഒന്ന് നോക്കിയേ. കാത്തിരിക്കായിരുന്നു വരാനായിട്ട്. ഞാൻ നീ എന്തൊന്നും പറയില്ലേ എന്നോട് അങ്ങോട്ട് വരാനായിട്ടേ. പാളത്തിൽ വെള്ളം ഉണ്ടല്ലോ. അതെ, ഒരു പൊട്ടെങ്കിൽ എൻ്റെ വായിക്ക് വെച്ച് കൈ മണ്ണുണ്ട്. ആ കയ്യിൽ വരില്ല. ചേട്ടന് ഓരോന്നും മണ്ണുള്ള കയ്യായാലും ഓരോന്നൊക്കെ പൊട്ടിച്ചു തിന്നും. അതിന് പകുതി മതി. ഇതിന്റെ പകുതി മതിയാ. എന്താ മുഖം ഒരു സുഖമില്ലല്ലോ. ഇത്തിരി കുറവാ. മധുരം കുറവാ. പിന്നെയോ? പിന്നെ ഏലക്കായ പൊടിയോ? ഒക്കെ മതി. മധുരം വേണം. അതിന് ഗോതമ്പ് പൊടിയും ഇതിൻ്റെ പച്ച മണം, പച്ച കുത്തുവിൻ്റെ. അത് മധുരം കുറവായിട്ടല്ല, ഗോതമ്പ് പൊടി അരിപ്പൊടി പച്ച തന്നെയാ. അതെനിക്കറിയാം. ഇന്നലത്തെ മധുരം സ്വൽപ്പൊടി വേണ്ട. എങ്കിൽ നമുക്ക് അല്പം കൂടി ശർക്കരപ്പൊടി ചേർക്കാം. എന്തോരം ഇടണം? ഒരു സ്വല്പം മതി. മതിയാ? ഇത് മതി. ഒന്നുകൂടി കുഴക്കട്ടെ. എനിക്ക് ഇല വേണം കേട്ടാ. അല്ല, നീ ഇവിടെ നിന്ന് മുറിച്ചോ. ഞാൻ മുറിച്ചാൽ മതിയാ? അപ്പോൾ ഇതിൽ ശർക്കര നീര് ചേർക്കാൻ പറ്റില്ല കേട്ടാ. കാരണം എന്താണെന്ന് വെച്ചാൽ കണ്ടില്ലേ, ഇപ്പം പഴത്തിൻ്റെ നനവോട് കറക്റ്റ് ഇതിലേക്കുള്ള വെള്ളം പാകത്തിനുള്ള വെള്ളം നനവ് കിട്ടി. അപ്പോൾ നമ്മൾ ശർക്കര നീര് ചേർത്ത് കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. ഇത് ആകെ വെള്ളം പോലെയാവും. അപ്പോൾ ശർക്കരപ്പൊടി തന്നെ ചേർക്കണം കേട്ടോ. അപ്പം നല്ല ശർക്കരപ്പൊടി, മണ്ണും പൊടിയൊന്നും ഇല്ലാത്ത നല്ല ശർക്കരപ്പൊടി ചേർത്തിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. ഞാൻ ഇനി ഇല ചീന്തട്ടെ. ഈ കളയ്ക്കുന്നതാണ് സരിത. സൈഡ് ചെരിഞ്ഞ് കളയ്ക്കാന്ന് പറയില്ലേ. ഈ കളനിനെ ആ ഡോക്ടർ രാജു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആള് പറഞ്ഞില്ലേ, ഇങ്ങനെ സൈഡ് ചെരിഞ്ഞ് കളയ്ക്കുമ്പോൾ അത് നമുക്ക് ഇവിടെ കുഴപ്പം വരുന്നു പറയുന്നത്. പക്ഷെ ചേട്ടൻ പണ്ടേ ഇങ്ങനെ കളിക്കാറില്ലോ. ഇങ്ങനെ കളിക്കാറ്. ആദ്യമായിട്ട് ഇങ്ങനെ ചെയ്യണവരാണെങ്കിൽ വേദന വരുമ്പോൾ കറക്റ്റാ. പക്ഷെ പണ്ടേ ഇങ്ങനെ ചെയ്തോണ്ട് എനിക്ക് ആ വെയിറ്റ് പൊക്കിയ കാരണമാണെന്ന് എനിക്ക് തോന്നണേ. വാളല്ലേ? അവിടെ ഉണ്ടല്ല. അടുത്താ മതി. വട്ടത്തിലാണ് ഈ അടയിലേ, വട്ടത്തിലാണ് കുഞ്ഞു കുഞ്ഞു കുഞ്ഞടകള് അതിൽ കണ്ടത് കേട്ടാ. അതുപോലെ തന്നെ ആക്കാല്ലേ. നീ പറഞ്ഞിട്ടല്ലേ ചെയ്യണത്. അതെ. എന്തൊരു കുഴപ്പം? മഴയത്ത് നിൽക്കണായ കാരണം കഴുകിയില്ലെങ്കിലും കുഴപ്പമില്ല. എന്നാലും നമുക്ക് കഴുകാം. ഈ കൊത്തമരയുടെ ഒരു 3-4 ഒഴിച്ച് ബാക്കി എല്ലാം വെട്ടിയിട്ടു. പിന്നെ ചേട്ടൻ വീണ്ടും 10-15 കൂടി വാങ്ങിച്ചു കൊണ്ടിട്ട് ഇടയിൽ കൊണ്ടുവന്ന് വീണ്ടും നട്ടു. പക്ഷെ നട്ടതിൽ ഇതേ വീണ്ടും പോയി തുടങ്ങി. ഇതേ കണ്ട അതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് പോയി തുടങ്ങി. ഇതിന്റെ ഇടയിലൊക്കെ നമുക്ക് ചെണ്ടുമല്ലി തൈ നടാം. ചേട്ടാ തീ കത്തിക്കാനി. ഇഡ്ഡലി ചെമ്പ് വെച്ചു. കുറച്ച് നെയ്യ് ഇലയിൽ തടവുന്നു. ചെറിയൊരു ബോൾ എടുക്കുന്നു. അതിൽ കണ്ട പോലെ ആട്ടാ ഞാൻ ചെയ്യണേ. ഓ ഇങ്ങനെ ഇതാക്കുകയാണെങ്കിൽ കുറേ വേണ്ടി വരില്ല. ചേട്ടൻ വെറുതെ ഒന്ന് ചിരിക്കണ്ടല്ലോ. അത് കളയ്ക്കുമ്പോ നമ്മൾ പല കാര്യങ്ങൾ ആലോചിച്ച് ചിരിക്കും. ഇപ്പം തൊട്ട് കാര്യം ആലോചിച്ചിട്ട് ചിരിച്ചേ. ഞാനിങ്ങനെ തന്നെ ചിരിക്കും. ഓരോ അതിന് പിന്നെ കാരണം മനുഷ്യ ചിരിക്കാനും ഇതിനൊക്കെ എന്തോരം കാരണം വേണം. പിന്നെ ചിരിക്കാൻ കാരണം വേണ്ടേ? തന്നെ നിന്ന് ചിരിക്കുമ്പോൾ അല്ലെ വേറെ വല്ലതെന്ന് പറയും. അയ്യോ ഇത് വലുതായിപ്പോയി. എന്നിട്ട് ഇതിനിങ്ങനെ മടക്കി വെച്ചു. കണ്ട ഇങ്ങനെയാണ് അവർ
പടക്കാന് അതെ ആ സാറില്ല. സാല് പിന്നെ മതി. ആ കാക്കകള് വരുമ്പോ പൊട്ടിക്കാൻ. കാക്കകളെ ബാക്കിലേ കോഴികളുടെ തീറ്റ വെച്ചിട്ടുണ്ട്. അവിടെ വന്നിട്ട് ആ ബാക്കിലത്തെ വർക്ക് ഏരിയ മൊത്തം കാട്ടിട്ടിട്ട് തിണ്ണാമലൊക്കെ എപ്പോഴും നിറച്ച് കാക്കകൾ അവിടെ. അതിനാണ് മുളകുന്നുണ്ട് അതിന്. ഏതിനാ? ബാക്കിലത്തെ അതിപ്പോ മറ്റേ മോളി നാളികേരം വീണിട്ട് അത് മറിഞ്ഞു വീണ് രണ്ടും അത് കുഴിച്ചിട്ടു. വയലറ്റ് പയറ് ഒരു തവണ നട്ടോടെ. അയ്യോ, ഇതൊരു 1/2 കിലോന്റെ പാക്കറ്റ് ആയിട്ട് കിട്ടില്ല. പിന്നെ 400 രൂപ 1/2 കിലോ പയറിന്. ആ 1/2 കിലോന് 400 രൂപ വിത്തിനാണ്. പിന്നെ ചരക്ക് ഞാൻ നട്ടിട്ടുണ്ട്. എല്ലാ പയറും ഒരുമിച്ച് നട്ടിട്ട് ഒരുമിച്ച് ഉണ്ടായിട്ട് ഇവിടെ പയറ് തന്നെ കൊറേ നാശാക്കില് അവിടെയും നല്ല ഓട്ടാണ്. അവിടെയൊക്കെ ഇതൊക്കെ നാശാക്കി, ഒന്നും ഉണ്ടായില്ല. അവിടെ കുറെ നാശാക്കിണ്ട്. ഇത് നമ്മുടെ മണ്ണത്തി കായ്പക്കായ അതിന് കോല് വെച്ച് കൊടുത്ത കായ്പക്കായ ഉണ്ടായ കായ്പക്കായ എന്തിനാവോ എന്തോരം ഉണ്ടായാലും ആൾക്ക് മടുക്കില്ല ചേട്ടാ. അധികം ഉണ്ടാവില്ലല്ലോ. ബാക്കിയുള്ള കൃഷിയുടെ പോലെയല്ല കായ്പക്കായ. എന്താ സാധനം വെന്തിട്ടുണ്ടാവും. കൈ പൊള്ളിക്കില്ല, കൈ പൊള്ളിക്കില്ല. നമുക്കങ്ങനെ വെന്തുണ്ട്. ഇല പോരിൻ്റെ അതൊന്ന് ഇല അല്ലെങ്കിലും പോരുണ്ടായിരുന്നു. നീ നെയ്യ് പറ്റിയാരനാവില്ല. മധുരം കുറവല്ലേ? അങ്ങനെ ഇങ്ങനെ മൂട്ടാൻ പോവാ. വേവട്ടെ. സരിതാ ഈ തെങ്ങിൻ്റെ കട മൂട്ടാൻ പോവാ. കാരണം ഇതിൻ്റെ ഇടയിലൊക്കെ പാമ്പ് വന്നു കഴിഞ്ഞാലേ നമ്മളറിയില്ല. അയ്യോ, ഇത് വെന്തിട്ട് തിന്നിട്ട് പോവാം. അടാ കളക്കണമെങ്കിൽ വേണമെങ്കിൽ കായ്ക്കൂട്ടണോ ഇവിടെ കളിച്ചോട്ടെ. ലാസ്റ്റ് അടാ. ഈ മധുരക്കിഴങ്ങ് വലിയ ശല്യ തേങ്ങ. മധുരക്കിഴങ്ങാണോ തേങ്ങയാണോ ശല്യം? മധുരക്കിഴങ്ങ് അത് എന്തിൻ്റെ ഇടയോടെ ഇങ്ങനെ വരും. എന്തായി വെന്താ? വെന്തുണ്ടാവും. ഇതിപ്പോൾ ഇങ്ങനെ ആക്കണമെന്നൊന്നുമില്ല കേട്ടാ. നമുക്ക് സാധാരണ പോലെ തന്നെ നൈസായിട്ട് പരത്തിയിട്ട് മടക്കി ചെയ്യാം. അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു അല്ലേ? ഇത് കാര്യമില്ല. നമ്മുടെ അമ്മ പണ്ട് അടയ്ക്ക് ഉണ്ടാക്കാൻ വല്ല ബുദ്ധിമുട്ടില്ല. എല്ലാം കൂടി കോട്ടി കുഴച്ച് നാളികേരം ശർക്കരയും കൂട്ടി കുഴച്ച് ഇലയിൽ പരത്തിയിട്ട് ഒറ്റാക്കലാക്കും. പണ്ടേ ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. എൻ്റെ അമ്മ അങ്ങനെ ചെയ്യും. എന്തിട്ടാന്ന് പറയും, പുട്ടില്ലേ അത് പൊടി അങ്ങോട്ട് നനച്ചിട്ട് പൊടിയിൽ എല്ലാ നാളികേരം ഇടും. എന്നിട്ട് അങ്ങോട്ട് വാരിടും. ഒരു ടൈമിൽ അങ്ങനെ. പിന്നെ ഇവിടെ അങ്ങനെ തന്നെയായിരുന്നു. ഇഡ്ലി ചെമ്പിൽ വാരി ഇട്ടിട്ട് നിറച്ചിട്ടിട്ട് ഒറ്റ വേവിക്കല്. എന്തെളുപ്പം. കാരണം അതൊന്നേ അല്ല ചേട്ടൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തു കേട്ടോ, ഒരു കുഞ്ഞിയെ കഷ്ണം എടുത്തിട്ടേ. അപ്പം അല്ല ചേട്ടൻ പറഞ്ഞു മധുരം കുറവാണ്. അപ്പം നമ്മൾ കുറച്ചും കൂടി മധുരം ചേർത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പോരായിരുന്നു. ഇതല്ലാതെ ഇടാൻ തോന്നുന്നു. എന്തോളും ഭയങ്കര കനം കുറഞ്ഞ നൈസല്ലേ. സാധാരണ നമ്മൾ പയറിനായിട്ട് പ്രത്യേക തട ഉണ്ടാക്കണം. ഇപ്പം ഈ തെങ്ങിൻ്റെ കട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെങ്ങിൻ്റെ മോൾ വശം കണ്ട ഇന്നത്തെ പറയണ ഈ തെങ്ങുമ്പോൾ നാളികേരം വീണിട്ട് എന്നിട്ട് പറയാ അതിൽ മിസ്റ്റർ ബട്ട്ലർ പറയാ ഇന്നസെന്റ് തെങ്ങുമ്പോ കേട്ടി. ഞാൻ പറയണത് നുണയാണെങ്കിൽ ഈ തലത്തെ നാളികേരം മുഴുവൻ എൻ്റെ തലയിൽ ഒന്ന് വീണ് ഞാൻ ചത്തോട്ടെ. അപ്പോൾ എന്നിട്ട് പറയും ആ തെങ്ങിൻ്റെ മോൾ വശം കാണിക്കുമ്പോൾ പറയും യൂറിയാന്ന്. അപ്പോൾ അതിപ്പോൾ നാളികേരമില്ല. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തെങ്ങ് ഒരു പാഴ്ത്തെങ്ങാണ്. പിന്നെ ഇതിൻ്റെ കടയ്ക്ക് മാന്തിയിട്ട് കുറച്ച് അപ്പച്ചാറുണ്ട്. അപ്പോൾ ഇതൊരു വളമാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇത് മൂടിയിടാൻ പോവാണ്. അപ്പോൾ കുറച്ച് പയറുണ്ട്, നമ്മുടെ വയലറ്റ് പയർ. സൂപ്പർ പയറുണ്ട്. ഇപ്പൊ തന്നെ പയർ ഇഷ്ടം പോലെ ഉണ്ടാവട്ടെ, നമുക്ക് ആളുകൾക്ക് കൊടുക്കാലോ. ഇങ്ങോട്ട് വരുന്നവർക്ക് ഒക്കെ കൊടുക്കാം. അപ്പോൾ പയർ ഞാൻ വെറുതെ ഇടുന്നു. എന്നിട്ട് മീതെ മണ്ണിട്ട് കഴിഞ്ഞാൽ ഉണ്ടാവണമെങ്കിൽ ഉണ്ടാവട്ടെ. വയലറ്റ് പയറല്ലേ? ഇതൊക്കെ ഒരു ഉണ്ടാവുന്നത് ലോട്ടറി. അപ്പോൾ ഇങ്ങനെ വെറുതെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒന്ന് മണ്ണിട്ട് കൊടുത്താൽ മതിയല്ലോ. ഈ പയറിൻ്റെ ഒരു പാക്കറ്റിന് 60 രൂപ. ബെസ്റ്റ് പയറാ, ഭയങ്കര ടേസ്റ്റുള്ള പയറായി വയലറ്റ്. ചൂടാറി തുടങ്ങിയ കഴിക്കാറായ മധുരം കുറവാ. അത് കുഴപ്പമൊന്നുമില്ല. മധുരം കുറവായി ഇപ്പോൾ ആരാണ് നമ്മളല്ലേ കഴിക്കുന്നത്. ആളുകളോട് പറഞ്ഞാൽ പോരാ മധുരം കൂട്ടിയിടാൻ. നല്ല ചൂടുണ്ടല്ലോ, തണുത്തിട്ട് തിന്നണത് അല്ലേ. മധുരം കുറവാ.
വേറെ കുഴപ്പമൊന്നുമില്ല. ഇത് ഭയങ്കര ടേസ്റ്റ് എന്ന് പറയാനായിട്ടൊന്നുമില്ല. ഇത് നമ്മുടെ സാധാരണ എല്ലാം കൂട്ടി കുഴച്ചിട്ടേ എന്തോ ഒരു അല്ലേ അല്ല നമ്മുടെ അവിടുത്തെ ഒരു പലഹാരമായിട്ട് നമ്മുടെ അമ്മയൊക്കെ എല്ലാം കൂടി കൂട്ടി കുഴച്ചിട്ടുണ്ടാക്കില്ലേ, അതുപോലെ തന്നെ. വ്യത്യസ്തതയൊന്നുമില്ല, പ്രത്യേകതകളൊന്നുമില്ല. അതന്നെ, പ്രത്യേകതകളൊന്നുമില്ല. നമ്മള് ഒന്നുമില്ല അരിപ്പൊടി കൊണ്ടുണ്ടാക്കാം, അല്ലെങ്കിൽ ഗോതമ്പ് പൊടി കൊണ്ടുണ്ടാക്കാം, രണ്ടും ചേർത്തുണ്ടാക്കാറില്ലേ. അവര് വ്യത്യസ്തമായിട്ട് ഗോതമ്പ് പൊടി ചേർത്തത് മാത്രം. നെയ്യിൻ്റെ മണം ഉണ്ട്. നെയ്യാക്കിലോ ഇലയമ ചെറുതായിട്ട് നമ്മളട ആക്കുമ്പോൾ നെയ്യാക്കില്ല. പക്ഷെ നല്ല രസമുണ്ട്. ഫസ്റ്റ് തന്നെ നമ്മളിങ്ങനെ എടുത്തിട്ട് തിന്നുമ്പോൾ നമുക്ക് മധുരം കുറവ് തോന്നും. പിന്നെ ശരി, പിന്നെ അടുത്തത് തിന്നും തോറും മധുരം കൂടി വരും. അപ്പം നമുക്ക് മടുക്കില്ല അല്ലേ. മധുരം കൂടുതൽ വേഗം മട്ടും. എനിക്കിത് ഇഷ്ടമായി. അറിയാം, ഇത് ഗോതമ്പ് പൊടി തന്നെയാണ് ഇത്തിരി ടേസ്റ്റ് കൂടുന്നത്. അതന്നെ നമ്മൾ ഉണ്ടാക്കാറുണ്ട് ഇങ്ങനെ, ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കാറുണ്ട്, പുല്ലുപൊടി കൊണ്ട് ഉണ്ടാക്കാറുണ്ട്, അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കാറില്ല. പുല്ലുപൊടിയില്ലേ, അതുപോലെ ശർക്കര ഉരുക്കിയിട്ട് ആ ചൂട്ടോടു കൂടി തന്നെ പുല്ലുപൊടിയിലേക്ക് ഒഴിക്കും. പിന്നെ നാളെ തിരികിടും, തരി ഉപ്പിടും, എന്നിട്ട് നന്നായി കുഴച്ചിട്ട് ഇതുപോലെ പരത്തിയിട്ടുണ്ടാക്കും. കനം നല്ല കനം കുറച്ചിട്ട് നല്ല രസമാടാ അല്ലേ അല്ലേ അല്ലേ. ഇപ്പൊ രസമുണ്ട്. ഇപ്പൊ എനിക്ക് കുറച്ച് കഴിയുമ്പോൾ ഒരെണ്ണം തിന്നണം. ആ ഇഷ്ടം പോലെ ഉണ്ട്. ഫസ്റ്റത്തെ 3 വെന്തു, ഞങ്ങൾ 3 പേര് കഴിച്ചു. ഇനി അടുത്തത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ബാക്കി എല്ലാതും ഒരുമിച്ച് അതിൽ വെച്ചിട്ടുണ്ട്, വേവുമായിരിക്കും. എല്ലാതും മേലേക്ക് വെച്ചിട്ടുണ്ട്. സരിത ഒരു ബ്രൂ കാപ്പി ഉണ്ടാക്കി. ആ അതുണ്ടാക്കാൻ പോവാൻ നിൽക്കാൻ ഞാൻ. അത് ഞാൻ പറയായിരുന്നു, ഞാൻ ഉണ്ടാക്കിയിട്ട് വരാമെന്ന്. മനസ്സറിഞ്ഞു, കാപ്പി ഉണ്ടാക്കിയിട്ട് വരാം. രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും കാപ്പി, ബ്രൂ കാപ്പി. എനിക്ക് തെങ്ങിൻ്റെ തട തെങ്ങ് ചെയ്യുന്ന തട നോക്കിയേ, കണ്ട മനോഹരമായിരിക്കുന്നു, ആയിക്കൊണ്ടിരിക്കുന്നു. സരിതയുടെ കാപ്പിയിലെ ഗംഭീര സാധനമാണ്, അപാര ടേസ്റ്റുമാണ്. കുറേ പേര് അംഗീകരിച്ചിട്ടുള്ളതാണ് ഈ കാപ്പി. ഇപ്പോൾ ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. ചായ എല്ലാവരും പറയാറുണ്ട് നല്ല ടേസ്റ്റാണ്. കാപ്പി അതെ നോക്കിയാൽ തെങ്ങിൻ്റെ തടക്കം നോക്കി എന്തൊരു ഭംഗി നോക്കി. അതാണ് പറഞ്ഞിരിക്കണ്ട, പയർ നട്ടു. ഇനി ആ തെങ്ങിൻ്റെ അവിടെ മൂടണം അല്ലേ? അത് മൂടാൻ പോകും, അത് മൂടണം. ഇവിടെ നിറച്ച് ഉറുമ്പ് വന്നു ഇതില്. അത് മധുരം ശർക്കര എവിടെയെങ്കിലും വീണ്ടാവും, തൂടി വീണ്ടാവും. ഇത് നേരത്തെ ഓഫ് ചെയ്തു. ആ വടകളൊക്കെ വെന്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചായ കുടിച്ച് ആ ഫ്ലാറ്റിലേക്ക് നോക്കിയിരിക്കുകയാണ്, വിദൂരതയിലേക്ക് കാണുന്നിട്ട്. ഫ്ലാറ്റിലേക്ക് എന്നെ നോക്കണ തൽക്കാലം വേറെ എവിടേക്ക് നോക്കുള്ളൂ അല്ലേ? അതേ ഏതൊരു സിനിമയിൽ അടൂർ ഗോപാലകൃഷ്ണൻ്റെ പടം എന്തുകൊണ്ട് കണ്ണുകൾ മാത്രം കാണിക്കുന്ന ഇതൊന്നുമില്ല. കണ്ണുകൾ ആരെയാണെന്ന് എനിക്കറിയില്ല, കണ്ണുകൾ മാത്രം കാണിക്കും. എലിപ്പത്തായ അങ്ങനെ സിനിമയാണ്. അകലെന്ന് ഒരാൾ വരുന്നത് ആ കണ്ണുകളിൽ കാണാന്ന്. കണ്ണുകളിൽ ആളുടെ നേരിലല്ല കാണുന്നത്, ഈ കണ്ണുകളിൽ ആരാണ് അവിടെ വരുന്നത് എന്നുള്ളത് ആകാംക്ഷയൊക്കെ ഈ കണ്ണുകളിൽ കാണാം. അതായത് ആ നടന്ന് ഇവിടെ എത്തണ വരയ്ക്കും കാണിക്കില്ലേ, ഒരു 15 മിനിറ്റ് സമയം ആള് നടന്നു വരണല്ലേ. ഏതൊരു സിനിമയിലാന്ന് എനിക്കറിയില്ല. അവാർഡ് പടം അങ്ങനത്തെ സിനിമകൾക്ക് അവാർഡ് കൊടുക്കുള്ളൂ അല്ലേ? ഒന്നും മനസ്സിലാവാത്ത സിനിമകൾക്ക് അങ്ങനെയൊന്നുമില്ല. അല്ല, നമ്മളിങ്ങനെ ദാഹിച്ച് മോഹിച്ചിട്ടാണ് ദൂരദർശനിൽ ആഴ്ചയിൽ ഒരു സിനിമ കാണാൻ ഇരിക്കുക കാത്ത്. അങ്ങനെ ഇരിക്കണ സമയത്ത് അവാർഡ് പടം വരും ചില ആഴ്ച. നമ്മുടെ വീടില്ലേ പഴയ പണ്ടത്തെ വീട്, ആ പണ്ടത്തെ വീട് ഈ പിന്നെ പൊളിച്ച് പണിയുമ്പോൾ അതിൻ്റെ പ്ലാനൊക്കെ വരച്ചത് ഒക്കെ ചെയ്ത് അയ്യപ്പ കുട്ടിയാശ്ശേരി എന്ന് പറഞ്ഞിട്ടുള്ള ഇടക്കുന്നിലത്തെ ഒരു ആശ്ശേരിയായിരുന്നു. ഒരു പ്രായമുള്ള ആള്. ആളുടെ മകനുണ്ട്, അവൻ അങ്ങനെ അന്ന് ഒരു ഹിപ്പിയാണ്. നല്ല പോലെ മുടി കൊളത്തിട്ട് മറ്റേ ഇതിലത്തെ ഈ റിച്ചി ശൃംഗൻ്റെ പോലെ മറ്റേ ഇതില്ലേ വൈശാലിലത്തെ അതുപോലെയാണ് മുടി കൊളത്തിട്ടാണ്. അവൻ്റെ ഹോബി എന്തിട്ടെന്നറിയും, ദൂരദർശൻ ചാനലിൽ സിനിമ വൈകുന്നേരം 5:30 തുടങ്ങില്ലേ, 5:30 സമയത്ത് തുടങ്ങാൻ. ആ സമയത്ത് തുടങ്ങിയത് തൊട്ടിട്ട് അത് പിന്നെ കുറേ കൊല്ലങ്ങളോളം ആ തുടങ്ങിയ സിനിമകൾ ഏതൊക്കെയാണെന്നും അതിലഭിനയിച്ചവർ ആരൊക്കെയാണെന്നുള്ള എഴുതി വെക്കലാണ് അവൻ്റെ ഹോബി. എന്നിട്ട് അപ്പോൾ അവനിപ്പോൾ 10-55 വയസ്സതിൻ്റെ തന്നെ കളമൂത്താന്നുണ്ട്. അല്ല, ഓരോരുത്തർ ഹോബിന് ചിലർക്ക് തീപ്പെട്ടി പടായിരിക്കും, ചിലർക്ക്
മറ്റേ എന്താ പറയുക മറ്റേ സാധനത്തിൽ കുപ്പി വളപ്പൊട്ട് വളകൾ പൊടി ചില്ലി വളപ്പൊട്ടില്ലേ വളപ്പൊട്ട് കുറേ പേര് ഹോബികൾ പല പല ഹോബികളുണ്ടായിരുന്നു. സ്റ്റാമ്പ് ശേഖരണം ഉണ്ടായിരുന്നു. ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് കണ്ടിട്ടുണ്ട് ഒരു മറ്റേ പെട്ടിയില് നമ്മുടെ ഒരു അലുമിനിയം പെട്ടി, പണ്ട് സ്കൂളിലേക്ക് നമ്മൾ കൊണ്ടുപോണ പെട്ടി, അങ്ങനത്തെ പെട്ടിയില് കുറേ പല രാജ്യങ്ങളിലത്തെയും സ്റ്റാമ്പുകൾ ഉണ്ടായിരുന്നു. അത് ഈ പോസ്റ്റ് ഓഫീസിൽ ജോലിയുള്ള സമയത്ത് കളക്ട് ചെയ്തതാ? അല്ലല്ല, അതിന് മുന്നേ ഞാൻ ചെറുതായി മുന്നാണ്. അങ്ങനെ ഓരോ ഹോബികള്. അപ്പൊ ഞങ്ങൾ ചായ കുടിക്കട്ടെ. ചായയിലെ കാപ്പി ഈ അട നമുക്ക് അല്ല ചേട്ടന് കൊടുക്കാം.